സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായി സർക്കാർ ചെലവഴിച്ചത് കോടികൾ. പ്രചരണത്തിന് മാത്രമായി ചെലവാക്കിയ 14 കോടി രൂപയ്ക്ക് സർക്കാർ ഭരണാനുമതി നൽകി. തുക അനുവദിച്ച് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. LDFന്റെ ഇലക്ഷൻ പ്രചാരണ പരിപാടി സർക്കാർ ചെലവിൽ നടത്തുന്നുവെന്നതായിരുന്നു നവകേരള സദസ്സിനെതിരെ ഉയർന്ന ആദ്യ വിമർശനം. ഈ വിമർശനം ശരിവയ്ക്കുന്നതാണ് പ്രചാരണത്തിന് മാത്രമായി സർക്കാർ മുടക്കിയ തുക കണ്ടാൽ തോന്നുക. 14 കോടിയോളം രൂപയാണ് പ്രചാരണ ചെലവ്. ഫീൽഡ് പബ്ലിസിറ്റിക്ക് 1.97 കോടി, പബ്ലിക്കേഷൻ ചെലവിന് 10,05,527 രൂപ, മീഡിയ റിലേഷന് 1.20 കോടി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന് 50 ലക്ഷം. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണവും നവകേരള സദസ്സിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി നിർമ്മാണവുമൊക്കെ ഇതിൽപ്പെടും. ആകെ 13,73,967 രൂപയാണ് നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രം വിനിയോഗിച്ചത്. തുകയ്ക്ക് ഭരണാനുമതി നൽകി PRD ഡെപ്യൂട്ടി സെക്രട്ടറി ഉത്തരവിറക്കി. സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷൻ വിതരണം, റേഷൻ വിതരണം, നെല്ലു സംഭരണം തുടങ്ങി ആശാവർക്കർമാർക്കുള്ള വേതനം വരെ മുടങ്ങി. ട്രഷറി നിയന്ത്രണം വേറെയും. ഈ സാഹചര്യത്തിലാണ് നവകേരള സദസ്സിന്റെ പ്രചാരണത്തിനു മാത്രമായി സർക്കാർ കോടികൾ ചെലവാക്കിയത്. ജനം, തിരുവനന്തപുരം.